Hello my dear students, welcome to Learner's World. In this video, I talk about part 2 of Virginia Woolf essay Shakespeare's Sister. In our previous video is about part 1 of the essay. Woolf describes about how women are treated and what types of opportunities they have compared to men. The next reference to women is some 200 years later at the time of the Stuarts. അപ്പോൾ ഇവിടെ വിർജീനിയ വൂൾഫ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് 200 ഇയേഴ്സ് ലേറ്റർ, അതായത് 200 വർഷങ്ങൾക്ക് ശേഷം വുമണിൻ്റെ റോൾ എന്തായിരുന്നു, വുമണിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു, അതായത് സ്റ്റുവർട്സിൻ്റെ ഒക്കെ പീരീഡിൽ വുമണിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. It was still the exception for women of the upper and middle class choose their own husbands. അതായത് ആ ഒരു പീരീഡിൽ, അതായത് അപ്പർ ക്ലാസ് ആണെങ്കിലും മിഡിൽ ക്ലാസ് ആണെങ്കിലും വുമണിന് അവരുടെ ഹസ്ബൻഡിനെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് റയറായിട്ട് ചില വുമണൊക്കെ അങ്ങനെ ചൂസ് ചെയ്തിരുന്നു, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹസ്ബൻഡിനെ ചൂസ് ചെയ്തിരുന്നു. പക്ഷേ എന്നാലും അപ്പർ ക്ലാസ് ആണെങ്കിലും മിഡിൽ ക്ലാസ് ആണെങ്കിലും അവരുടെ പാരൻസ് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ഹസ്ബൻഡിനെ അവർ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഹസ്ബൻഡ് വാസ് ചൂസൺ, ഹി വാസ് ലോർഡ് ആൻഡ് മാസ്റ്റർ. അങ്ങനെ ഹസ്ബൻഡിനെ ഇവർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹസ്ബൻഡ് എന്താണ്, ലോർഡാണ്, അതുപോലെ മാസ്റ്ററാണ്. പിന്നെ ഈ ഒരു വുമണിൻ്റെ മേലിലുള്ള ഫുൾ അധികാരം ഈ ഒരു ഹസ്ബൻഡിനാണെന്നാണ് പറയുന്നത്. ലോ ആൻഡ് കസ്റ്റം മേഡ് ഹിം സോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു നിയമവും അതുപോലെ ആചാരങ്ങളൊക്കെ ഈ ഒരു സിസ്റ്റവുമായിട്ട് ആക്സെപ്റ്റഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. പ്രൊഫസർ Trevelyan concludes that in spite of such restrictions, some 17th century women like Vernice and Hutchinson displayed personality and character. അപ്പോൾ ആ ഒരു 17th സെഞ്ച്വറിയിലൊക്കെ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വെർണീസ്, ഹച്ചിൻസൺ ഇവരെ പോലെയുള്ള വുമൺ എന്ത് ചെയ്തിരുന്നു, അവരുടെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഒക്കെ എക്സ്പ്രസ് ചെയ്തിരുന്നു. ഇവരൊക്കെ നല്ല സ്ട്രോങ് വുമണായിരുന്നു എന്നാണ് പറയുന്നത്. There were famous women in Shakespeare's dramas. അതുപോലെ നമ്മൾ ഷേക്സ്പിയറുടെ ഡ്രാമയിൽ നമുക്ക് ഇതുപോലെയുള്ള സ്ട്രോങ് വുമണിനെ കാണാൻ കഴിയും. അവരുടെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ക്ലിയോപാട്ര, ലേഡി മാക്ബത്ത് ആൻഡ് റോസാലിൻഡ് ഇവരൊക്കെ ഇതുപോലെ അവരുടെ ആ ഒരു റെസ്ട്രിക്റ്റഡ് പീരീഡ് ആണെങ്കിലും അവരെന്ത് ചെയ്തിരുന്നു, അവരുടെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറൊക്കെ എക്സ്പ്രസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. If one goes back to history, we find that women have played significant roles in the various works of great writers. അങ്ങനെ നമ്മൾ ഹിസ്റ്ററിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, അതായത് ഗ്രേറ്റ് റൈറ്റേഴ്സിൻ്റെ വർക്ക്സിലൊക്കെ വുമണിന് നല്ല സിഗ്നിഫിക്കൻറ്റ് റോളായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്ലൈറ്റംസ്ട്രാ, ആൻറ്റിഗൺ, ക്ലിയോപാട്ര, ലേഡി മാക്ബത്ത്, ഫെഡ്രെ, ക്രസിഡ, റോസാലിൻ, ഡെസ്ഡെമോന ആൻഡ് ഡച്ചസ് ഓഫ് മാൽഫി ഫിഗർഡ് ഇൻ ഡ്രാമാസിൽ ഇതുപോലെ ഈ പറഞ്ഞ വുമൻസൊക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു. അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിയും ക്യാരക്ടേഴ്സും ഒക്കെ അവരെന്ത് ചെയ്തിരുന്നു, എക്സ്പ്രസ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ പ്രോസ്, നമുക്ക് പ്രോസിലും ഇതുപോലുള്ള വുമൻസിനെ കാണാൻ കഴിയും. വി ഹാവ് ഫേമസ് ക്യാരക്ടേഴ്സ് ലൈക്ക് മിലമൺ, ക്ലാരിസ, ബെക്കി ഷാർപ്പ്, അന്ന കരനീന, എമ്മ ബവാരി ആൻഡ് മാഡം ദ ഗോർമെൻസ്. അപ്പോൾ ഇവരൊക്കെ ഇതുപോലെ ക്യാരക്ടേഴ്സും പേഴ്സണാലിറ്റിയും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന വുമൺ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇഫ് മെൻ റൈറ്റേഴ്സ് ഡിഡ് നോട്ട് റൈറ്റ് അബൌട്ട് വുമൺ ഇൻ ദെയർ വർക്ക്സ്, വൺ വുഡ് തിങ്ക് വുമൺ ടു ബി ഓഫ് നോ ഇമ്പോർട്ടൻസ്. അതായത് ഈ മെൻ റൈറ്റേഴ്സിൻ്റെ വർക്ക്സിലൊക്കെ ഈ വുമണിന് നല്ല സിഗ്നിഫിക്കൻറ്റ് റോളായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് വുമണിനെ കുറിച്ചിട്ട് അറിയാൻ കഴിയുന്നത്, വുമണിൻ്റെ ആ ഒരു പീരിയഡിൽ വുമണിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നുള്ള മനസ്സിലാക്കുന്നത്. അതായത് ഈ മെൻ റൈറ്റേഴ്സ് ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ വുമണിന് ഒരു ഇമ്പോർട്ടൻസും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. വുമൺ കുഡ് ഓൾസോ ബി ഡിഫറെൻറ്റ് ലൈക്ക് മെൻ. അതായത് മെന്നിനെ പോലെ തന്നെ വുമണും ഡിഫറെൻ്റ് ആണ്, ഹീറോയിക് ആൻഡ് മീനാണ്. അതായത് കറേജിയസ് ആണ്, അതുപോലെ വുമൺ എന്താണ്, ഭീരുവാണ്, സ്പ്ലെൻഡിഡ് ആൻഡ് സോഡിഡ്, ബ്യൂട്ടിഫുൾ ആൻഡ് ഹെഡിയസ്. അതുപോലെ നല്ല മഹാന്മാരും അതുപോലെ മോശമായിട്ടുള്ളവരും ഉണ്ട്, അതുപോലെ ബ്യൂട്ടിഫുൾ ആൻഡ് ഹെഡിയസ്, അതായത് നല്ല ഭംഗിയുള്ളവരും ഉണ്ട്, അതുപോലെ ഭംഗിയില്ലാത്തവരും ഉണ്ട്. ബട്ട് ആസ് ട്രവലിയൻ ഷോഡ് ഷി വാസ് ലോക്ക്ഡ് അപ്പ്, ബീറ്റൺ ആൻഡ് ഫ്ലങ് എബൌട്ട് ദ റൂം. പക്ഷേ ട്രവലിയൻ്റെ അഭിപ്രായത്തിൽ വുമൺ എന്ന് പറയുന്നത്, ട്രവലിയൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
അവൾ റൂമിൽ ലോക്ക് ചെയ്തിടാനും അവളെ അടിച്ചമർത്താനുള്ളതാണെന്നാണ് ട്രെവലിയൻ കാണിക്കുന്നത്. A very strange picture of the woman thus comes out. Imaginatively she is of the highest importance, practically she is insignificant. പിന്നെ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കാണാൻ കഴിയും. അതായത് ഇമാജിനേറ്റീവ്ലി വുമൺ എന്ന് പറയുന്നത് വുമണിന് നല്ല ഹയസ്റ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഫിക്ഷനിലൊക്കെ വുമണിനെ കുറിച്ചിട്ട് ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി ഷീസ് ഇൻസിഗ്നിഫിക്കൻറ്റ്. അതായത് പ്രാക്ടിക്കലി അവളുടെ റിയൽ ലൈഫിൽ അവൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഷീസ് ദർ ഇൻ പോയട്രി ഫ്രം കവർ ടു കവർ. പോയട്രിയിൽ അവൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ അവളെക്കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഷീസ് ഓൾവേസ് പ്രസൻറ്റ് ഇൻ ഹിസ്റ്ററിയിൽ അവളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഷീ ഡൊമിനേറ്റ്സ് ലീവ്സ് ഓഫ് കിങ്സ് ആൻഡ് കോങ്കേഴ്സ് ഇൻ ഫിക്ഷനിൽ അവൾ കിങ്സിനെയും റൂളേഴ്സിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് ഇൻ ആക്ച്വൽ ഫാക്ട് ഷീ വാസ് ദ സ്ലേവ് ഓഫ് എനിബഡി ഹൂസ് പാരൻസ് ഫോഴ്സ്ഡ് എ റിംഗ് അപ്പോൺ ഹെർ ഫിംഗർ. പക്ഷേ അവളുടെ റിയൽ ലൈഫിൽ അവളൊരു സ്ലേവാണ്. അതായത് അവളുടെ പാരൻസ് ഡിസൈഡ് ചെയ്യുന്ന ആളെ കല്യാണം കഴിക്കുകയും ആ ഒരു വ്യക്തിയുടെ ആ വ്യക്തി അവളെന്ത് ചെയ്യുന്നു, ഡൊമിനേറ്റ് ചെയ്യുന്നു. ആ വ്യക്തിയുടെ ഒരു സ്ലേവായിട്ട് മാറുകയാണ് അവളുടെ റിയൽ ലൈഫിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഫിക്ഷനിൽ അവളൊരു ഇമാജിനേറ്റീവാണ്. അവളെക്കുറിച്ചിട്ട് അവൾക്ക് നല്ല സിഗ്നിഫിക്കൻ്റ് റോളുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ അവൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് പറയുന്നത്. Some of the most inspired words and thoughts come from her lips in ബുക്സിലൊക്കെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ഇൻസ്പയർഡ് വേർഡ്സും തോട്ട്സും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ റിയൽ ലൈഫ് ഷീ കുഡ് ഹാർഡ്ലി റെഡ് ഓർ സ്പെൽ. പക്ഷേ റിയൽ ലൈഫിൽ അവളുടെ ലൈഫിലുള്ള ഡിസിഷൻസ് എടുക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. അതായത് അവളുടെ തോട്ട്സോ ഫീലിങ്സോ ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഷി വാസ് ദ പ്രോപ്പർട്ടി ഓഫ് ഹർ ഹസ്ബൻഡ്. അവളുടെ ഹസ്ബൻഡിനെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. It is strange that history said one thing about women but poets said another thing. വളരെ രസമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്ററി പറയുന്നത് ഒരു കാര്യവും പോയിറ്റ്സുകൾ വുമണിനെ കുറിച്ചിട്ട് പറയുന്നത് വേറൊരു കാര്യമാണെന്നാണ് പറയുന്നത്. എ വോം ഇൻ ഹിസ്റ്ററി വാസ് വിങ്ഡ് ലൈക്ക് ആൻ ഈഗിൾ ഇൻ ഫിക്ഷൻ. അതായത് ഹിസ്റ്ററിയിൽ വുമൺ ഈസ് എ വോം. അതായത് വോം മീൻസ് ഒരു പുഴു. അതായത് ഹിസ്റ്ററിയിൽ അവളൊരു പുഴുവായിട്ടാണ് കാണുന്നത്. അതായത് അവൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, അവൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ അത് ഫിക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു വോം എന്തായി മാറുന്നുണ്ട്, വിങ് ലൈക്ക് ആൻ ഈഗിൾ ഇൻ ഫിക്ഷൻ. അതായത് ചിറകുകളുള്ള ഒരു ഈഗിളായിട്ട് മാറുന്നുണ്ട്. അതായത് ഫിക്ഷനിൽ അവൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. റൈറ്റേഴ്സ് അവളെ ഒരു സിഗ്നിഫിക്കൻ്റ് റോള് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വി കുഡ് സീ ദ സ്പിരിറ്റ് ഓഫ് ലൈഫ് ആൻഡ് ബ്യൂട്ടി ഷോപ്പിംഗ് ഓഫ് മീറ്റ് ഇൻ എ കിച്ചൺ. അതായത് ജീവിതത്തിൻ്റെ ആ ഒരു സൗന്ദര്യവും അതുപോലെ ബ്യൂട്ടിയൊക്കെ ഉള്ള ഒരാളാണ് നമ്മുടെ വുമൺ എന്ന് പറയുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയും കിച്ചണിൽ അവൾ എന്താ ചെയ്യുന്നത്, മീറ്റ് ഷോപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. വാട്ട് മസ്റ്റ് ഡു ടു ബ്രിങ് എ വുമൺ ടു ലൈഫ്. നമ്മൾ എങ്ങനെയാണ് ഒരു വുമണിനെ അവളുടെ ലൈഫിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക? വാസ് യു തിങ്ക് പോയറ്റിക്കലി ആൻഡ് പോയറ്റിക്കലി ആണോ അതോ പ്രാക്ടിക്കലി ആണോ എന്നാണ് പറയുന്നത്. അതിനിവിടെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദർ ഈസ് മിസ്സിസ് മാർട്ടിൻ, ഏജ് 36, ഡ്രസ്ഡ് ഇൻ ബ്ലൂ, വിയറിങ് എ ബ്ലാക്ക് ഹാറ്റ് ആൻഡ് ബ്രൗൺ ഷൂസ്. അതായത് പ്രാക്ടിക്കലിയാണ് ഇവിടെ നമ്മൾ മിസ്സിസ് മാർട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏജ് 36, ഡ്രസ്ഡ് ഇൻ ബ്ലൂ, വിയറിങ് എ ബ്ലാക്ക് ഹാറ്റ് ആൻഡ് ബ്രൗൺ ഷൂസ്. ബട്ട് ഇൻ ഫിക്ഷനിൽ അവളെ കുറിച്ചിട്ട് എന്താ പറയുന്നത്, ഷീസ് എ വെസൽ ഇൻ വിച്ച് ഓൾ സോർട്സ് ഓഫ് സ്പിരിറ്റ്സ് ആൻഡ് ഫോഴ്സസ് ആർ സീൻ ഫ്ലാഷിങ് പെർപെച്വലി. ഫിക്ഷനിൽ അവൾ നല്ല സ്ട്രോങ് വുമണാണ്. അതായത് അവളുടെ ക്യാരക്ടേഴ്സും പേഴ്സണാലിറ്റിയും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന സ്ട്രോങ് വുമണായിട്ടാണ് പോർട്രേ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. If we try to think of such a woman in the Elizabethan times, we do not see anyone. അപ്പോൾ ഈ മിസ്സിസ് മാർട്ടിനെ പോലെയുള്ള വുമണിനെ നമ്മൾ എലിസബത്തൻ പീരീഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു വുമണിനെ നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. വൺ നോസ് നത്തിങ് ഡീറ്റെയിൽ, നത്തിങ് ട്രൂ ആൻഡ് സബ്സ്റ്റൻഷ്യൽ അബൌട്ട് ഹെർ. നമുക്ക് വുമണിനെ കുറിച്ചിട്ട് അവിടെ ഒരു കാര്യം അറിയാൻ കഴിയില്ല. അതായത് ട്രൂ ആയിട്ടുള്ള ഒരു കാര്യവും അവളെ കുറിച്ചിട്ട് അറിയാൻ കഴിയില്ല. ഹിസ്റ്ററി ഡസ് നോട്ട് മെൻഷൻ ഹെർ. ഹിസ്റ്ററി അവളെ കുറിച്ചിട്ട് പറയുന്നില്ല. ഐ ദെൻ ടേൺ ടു ട്രെവലിയൻ ടു സീ വാട്ട് ഹീസ് ഹാഡ് ടു സേ അബൌട്ട് വുമൺ. അപ്പോൾ വിർജീനിയ വുൾഫ് പറയാണ്, ഞാനെന്ത് ചെയ്തു, ട്രെവലിയൻ്റെ ബുക്ക് എടുത്തിട്ട് നോക്കി വുമണിനെ കുറിച്ചിട്ട് ട്രെവലിയൻ എന്താ പറയുന്നത് എന്നുള്ളത്. ദിസ് വർ ദ ചാപ്റ്റർ ഹെഡിങ് ഐ സോ.
അപ്പോൾ നമ്മുടെ വിർജീനിയ വൂൾഫ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ള ബുക്ക് ട്രവലിയൻ്റെ ബുക്ക് എടുത്തിട്ട് നോക്കുകയാണ് വുമണിനെ കുറിച്ചിട്ട് ട്രവലിയൻ എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന്. ആ സമയത്ത് അവൾ കുറച്ച് ഹെഡിങ്സ് ഒക്കെ കണ്ടു. എന്തായിരുന്നു ഹെഡിങ്സ്? ദ മെയിനർ കോഡ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ഓപ്പൺ ഫീൽഡ് അഗ്രികൾച്ചർ, ദ Cistercians and sheep farming, the Crusades, the University, the House of Commons, the Renaissance scholars, the dissolution of the monasteries, agrarian and religious strife, the origin of English sea power, the Armada and so on. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ടൈറ്റിൽസാണ്, അല്ലാതെ വുമണിനെ കുറിച്ചിട്ട് നമ്മളുടെ ട്രവലിയൻ ഒന്നും എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഒക്കേഷണലി ആൻ ഇൻഡിവിജ്വൽ വുമൺ ഈസ് മെൻഷൻഡ്, ആൻ എലിസബത്ത് ഓർ എ മേരി, എ ക്യൂൻ ഓർ എ ഗ്രേറ്റ് ലേഡി. അതിൽ നമുക്ക് ആകെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ഇൻഡിവിജ്വൽ വുമണിനെ, അതായത് എലിസബത്ത് ആയിട്ടോ മേരി ആയിട്ടോ ക്യൂനായിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ലേഡിയൊക്കെ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ വുമണിനെ അല്ലാതെ ബട്ട് നോ മിഡിൽ ക്ലാസ് വുമൺ ആർ മെൻഷൻ, പക്ഷേ മിഡിൽ ക്ലാസ് വുമണിനെ കുറിച്ചിട്ടൊന്നും മെൻഷൻ ചെയ്യുന്നില്ല ട്രവലിയൻ്റെ ബുക്സിൽ നിന്നാണ് പറയുന്നത്. ദേ ആർ നോട്ട് ഫൗണ്ട് ഈവൻ ഇൻ അനക്ഡോട്ട്സ്. അതായത് ഈ മിഡിൽ ക്ലാസ് വുമണിനെ അനക്ഡോട്ട്സിൽ പോലും, അതായത് സ്റ്റോറീസിൽ പോലും കാണാൻ കഴിയില്ല. ഔബ്രെ, ഫീമെയിൽ റൈറ്റർ, ഹാസ് നോട്ട് റിട്ടൺ അബൌട്ട് ഹെർ ലൈഫ് ഓർ കെപ്റ്റ് എ ഡയറി. ഔബ്രെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീമെയിൽ റൈറ്റർ ഉണ്ടായിരുന്നു. അവളെക്കുറിച്ചിട്ട് എവിടെ എഴുതി വെച്ചിട്ടില്ല, അതായത് ഒരു ഡയറി പോലും അവൾ എഴുതിയിട്ടില്ല. ഓൺലി ദർ ആർ സം ലെറ്റേഴ്സ് റിട്ടൺ ബൈ ഹെർ. അവളെക്കുറിച്ചിട്ട് അറിയാൻ കുറച്ച് ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഷി ഹാസ് നോ പ്ലേസ് ഓർ പോയംസ് ബൈ വിച്ച് വി ക്യാൻ ജഡ്ജ് ഹെർ. അവൾ പോയംസ് എഴുതിയിട്ടില്ല, പ്ലേസ് ചെയ്തിട്ടില്ല, അപ്പം നമുക്ക് അവൾ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നത്തിങ് ഈസ് നോൺ അബൌട്ട് ഹെർ. അവളെക്കുറിച്ചിട്ട് ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അറ്റ് വാട്ട് ഏജ് ഡിഡ് ഷീ മാരി. ഏത് വയസ്സിലാണ് അവൾ മാരി ചെയ്തതെന്ന് അറിയാൻ കഴിയില്ല. ഹൗ മെനി ചിൽഡ്രൻ ഡിഡ് ഷീ ഹാവ്. എത്ര മക്കളുണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിയില്ല. വാട്ട് വാസ് ഹെർ ഹൗസ് ലൈക്ക്. അവൾ ഏത് രീതിയിലുള്ള വീട്ടിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് അറിയില്ല. ഡിഡ് ഷീ ഹാവ് എ റൂം ഫോർ ഹെർ സെൽഫ്. അവൾക്ക് സ്വന്തമായിട്ട് റൂം ഉണ്ടായിരുന്നോ? ഡിഡ് ഷീ ഡു ദ കുക്കിംഗ്. അവളായിരുന്നു കുക്കിംഗ് ചെയ്തിരുന്നത്. ഡിഡ് ഷീ ഹാവ് എ സെർവൻറ്റ്. അതായത് അവൾക്ക് ഒരു സെർവൻറ്റ് ഉണ്ടായിരുന്നു. ഓൾ ദീസ് ഫാക്ട്സ് മേ ബി ലൈങ് ഇൻ പാരിഷ് രജിസ്റ്റേഴ്സ് ആൻഡ് അക്കൗണ്ട് ബുക്സ്. അപ്പോൾ അവളെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയാൻ കഴിയില്ല. ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? പാരിഷ് രജിസ്റ്റേഴ്സ് ആൻഡ് അക്കൗണ്ട് ബുക്സ്. മേ ബി അതായത് ഈ ഒരു ക്രിസ്ത്യൻ സഭകളിലൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അക്കൗണ്ട് ബുക്സിലൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ദ ലൈഫ് ഓഫ് എലിസബത്തൻ ഈസ് സ്കാറ്റേർഡ് അബൌട്ട് സംവെയർ ആൻഡ് കളക്ടിങ് ഇൻ ടു എ ബുക്ക് ഈസ് ബിയോണ്ട് മൈ പവർ. അപ്പോൾ വിർജീനിയ വൂൾഫ് പറയാണ് എലിസബത്തൻ പീരിയഡിൽ വുമൺ എന്താണ് സ്കാറ്റേർഡ് ആണ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിതറി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് അതൊക്കെ ഒരു ബുക്കിലേക്ക് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് വിർജീനിയ വൂൾഫ് പറയാണ്. ലുക്കിംഗ് ഫോർ ബുക്സ് അബൌട്ട് വുമൺ ഇൻ ഷെൽഫ്സ് ഇൻ ഓൺ ഹിസ്റ്ററി. അപ്പം വിർജീനിയ വൂൾഫ് വീണ്ടും ആ ഒരു ഷെൽഫിൽ തിരയാണ് വുമണിനെ കുറിച്ചിട്ട് ഹിസ്റ്ററി എന്താ പറയുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഐ വാണ്ടഡ് ടു ടെൽ ദ സ്റ്റുഡൻസ് ഓഫ് ബിഗ് യൂണിവേഴ്സിറ്റി ലൈക്ക് കാംബ്രിഡ്ജ് ടു റീറൈറ്റ് ഹിസ്റ്ററി. അപ്പോൾ വിർജീനിയ വൂൾഫ് പറയാണ്, ഞാൻ കാംബ്രിഡ്ജ് പോലുള്ള ഗ്രേറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസിനോട് അതായത് ഹിസ്റ്ററി ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബിക്കോസ് യു ഫീൽഡ് അവൈലബിൾ ഹിസ്റ്ററീസ് ആർ വൺ സൈഡഡ്. അത് നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഹിസ്റ്ററി വൺ സൈഡഡ് ആണ്. അതിൽ വുമണിൻ്റെ ഇമ്പോർട്ടൻസ്, വുമണിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല, മെന്നിനെ കുറിച്ചിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അത് വൺ സൈഡഡ് ആണ്. അറ്റ്ലീസ്റ്റ് ദേ ക്യാൻ ആഡ് എ സപ്ലിമെൻറ്റ് ടു ഹിസ്റ്ററി. അറ്റ്ലീസ്റ്റ് വുമണിനെ കുറിച്ചിട്ട് ഒരു സപ്ലിമെൻറ്റ്, അതായത് ഹിസ്റ്ററിയിലൊരു ഒരു പ്രബന്ധമെങ്കിലും തയ്യാറാക്കണം എന്നാണ് പറയുന്നത്. They can call it with some insignificant name and they can include the history of women there. അതായത് വുമണിനെ അവർക്ക് ഹിസ്റ്ററിയിൽ ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നെയിമിലൊക്കെ വിളിക്കാമെന്നാണ് പറയുന്നത്. We definitely see some women playing important roles in the lives of great men. അതുപോലെ നമുക്ക് കാണാൻ കഴിയും, അതായത് ഗ്രേറ്റ് മെൻ്റെ ലൈഫിലൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട് വുമൺ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. വി ഹാവ് വുമൺ ലൈക്ക് ജെയിൻ ഓസ്റ്റനൊക്കെ അതിന് ഉദാഹരണമാണ്. ദ ട്രാജഡീസ് ഓഫ് ജോന ബെയ്ലി ഹാഡ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ പോയട്രി ഓഫ് എഡ്ഗർ അലൻ പോ. അതുപോലെ എഡ്ഗർ അലൻ പോൻ്റെ പോയട്രിയിൽ നമ്മളുടെ ജോന ബെയ്ലിൻ്റെ ട്രാജഡീസൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ദർ വാസ് മേരി റസൽ മിറ്റ്ഫോർഡ്. അതുപോലെ മേരി റസൽ മിറ്റ്ഫോർഡും ഇതുപോലെ തന്നെയാണ്. അതായത് ഗ്രേറ്റ് മെന്നിൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള വുമണാണ് ഇവരൊക്കെ. അതായത് സിഗ്നിഫിക്കൻ്റ് റോൾ വഹിച്ചിട്ടുള്ള വുമണാണ് ജെയിൻ ഓസ്റ്റനും എഡ്ഗർ അലൻ പോയും മേരി റസൽ മിറ്റ്ഫോർഡൊക്കെ എന്നാണ് പറയുന്നത്. ഓക്കെ,
I conclude here. I will discuss remaining parts of the essay in our upcoming videos. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.